ഒരൊഴിവുള്ള നേരം കിട്ടിയാൽ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് ജേട്ടന്മാരോട് ഞാൻ ഉപദേശിക്കാൻ ആളല്ലെങ്കിലും ഞാനൊന്ന് ഉണർത്തട്ടെ. കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും പലപ്പോഴും ജോലിയില്ലാത്ത അവസ്ഥകൾ, വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥകൾ വന്നപ്പോ എത്ര കൃത്യമായിട്ട് നിസ്കാരങ്ങള്, എത്ര കൃത്യമായിട്ട് ഖുർആനോത്തുകൾ നമ്മൾ നിർവഹിച്ചു. ഒരു താൽക്കാലികമായ ശമനത്തിന് വേണ്ടിയായിരുന്നോ ചെയ്തിരുന്നത്? അള്ളാഹുവിനെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നോ ചെയ്തിരുന്നത്? ജോലിയില്ലാതൊരു 4 മാസം മോഫായി കിടന്നപ്പോ സുബ്ഹാനല്ലാഹ്, കുടുംബങ്ങളിൽ ജമാഅത്ത് നടക്കുന്നു, രാവിലെ എല്ലാവരും എണീറ്റ് ഖുർആൻ ഓതുന്നു. ആ അവസ്ഥകളൊക്കെ മാറിയപ്പോ വീണ്ടും കുടഞ്ഞുപോയോ? വീണ്ടും ഒടിഞ്ഞു മാറിപ്പോയോ? ഒഴിവുള്ള നേരം കിട്ടുന്ന നേരങ്ങളൊക്കെ മുതലാക്കണം. ഒന്നുകിൽ ദുനിയാവിന് വേണ്ടി ഉപകാരപ്പെടുത്തണം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി ഉപകാരപ്പെടുത്തണം. ദുനിയാവിന് വേണ്ടി ഉപകാരപ്പെടുത്തുമ്പോ നഷ്ടം വരരുത്, ആഖിറത്തിന് വേണ്ടി ഉപകാരപ്പെടുത്തുന്നതിലും നഷ്ടം വരരുത്. നമ്മുടെ സമയങ്ങളൊക്കെ വിലമതിക്കാത്ത സമയങ്ങളാണ്, നമ്മുടെ ആയുസ്സാണത്. ആ ആയുസിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോ പണ്ഡിതന്മാര് ജീവിച്ച കാലം അവർ വിശദീകരിക്കാൻ എത്ര എളുപ്പമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ 54 കൊല്ലം നമുക്ക് തന്നെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ മലക്കുകളോട്? ഓരോ ദിവസത്തെ ജീവിതവും കണ്ടവരുണ്ട്, രാത്രി ഒപ്പിയെടുത്തവരുണ്ട്, ഉറക്കം വരാത്ത രാത്രി പോലും അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ആഫിയത്ത് വെറുതെ കളയല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗിക്കണം. ആ ആരോഗ്യം മുഴുവനും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. നടക്കുന്നതും ഇരിക്കുന്നതും ചിന്തിക്കുന്നതും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം.